സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തൃശൂർ കൊടുങ്ങല്ലൂരിൽ സജീവമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ്. സംസ്ഥാന ദേശീയ നേതാക്കളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് സ്വന്തം മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചാരണത്തിന് ജനീഷ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മണ്ഡലം രൂപീകരണത്തിന് ശേഷം നടന്ന 12 തെരഞ്ഞെടുപ്പിലും LDF വിജയിച്ച കൊടുങ്ങല്ലൂരിൽ അട്ടിമറി വിജയമാണ് ഇത്തവണ ജനീഷിലൂടെ UDF ലക്ഷ്യമിടുന്നത്. മുസരീസ് പൈതൃകത്തിന്റെ ചരിത്ര കവാടം, മതസൗഹാർദ്ദത്തിന് പുകൾപെറ്റ നാട്. ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും പ്രാധാന്യമേറെയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്. 2008 പഴയ മാള മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകൾ കൂടി ചേർന്നതോടെ കൊടുങ്ങല്ലൂർ വികസിച്ചു. പക്ഷേ ഇടതുപക്ഷ കോട്ടകളിലൊന്നായ മണ്ഡലത്തിന് സമീപകാലത്തും വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. അത്തരമൊരു നാട്ടിലാണ് ആത്മവിശ്വാസത്തോടെ ഒ.ജെ. ജനീഷ് എന്ന യുവ നേതാവ് പോരാട്ടത്തിനിറങ്ങുന്നത്. മാള സ്വദേശിയായ ജനീഷിന് സ്വന്തം നാട്ടിൽ നിന്ന് ജനവിധി തേടാൻ അവസരമൊരുക്കുന്ന കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ചിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കളിൽ നിന്ന് ഉറപ്പു ലഭിച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മണ്ഡലത്തിൽ സജീവമാകുന്നത്. കൊടുങ്ങല്ലൂരിന്റെ വികസന മുരടിപ്പുയർത്തിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണവുമായി ജനീഷ് മുന്നോട്ട് പോകുന്നത്. ആളുകൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ സംസ്ഥാനത്തിനകത്ത് വരാനിരിക്കുന്ന UDF സർക്കാരിനോട് ചേർന്നുള്ള ഒരു സംവിധാനം കടന്നു വരണമെന്നാണ് സ്വാഭാവികമായും വോട്ടർമാരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് ആ തരത്തിൽ തന്നെയാണ് വന്ന് ഭവിക്കുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഈ പ്രദേശത്തൊക്കെ UDFന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ആ മുന്നേറ്റം തുടരും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോരായ്മയുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ തുടങ്ങിയുള്ള ജനീഷിന്റെ അടിത്തട്ടിലുള്ള സ്വാധീനം മുതൽക്കൂട്ടാണ്. KSU മണ്ഡലം പ്രസിഡന്റ് മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ള വളർച്ചാ കാലഘട്ടത്തിലെ അനുഭവ സമ്പത്തിന്റെ ബലത്തിലാണ് ആദ്യ പോരാട്ടം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുഴൂർ ഡിവിഷനിൽ നിന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടിയിരുന്നു. അന്ന് CPMന്റെ കുത്തക സീറ്റിൽ പരാജയപ്പെട്ടത് 2000 താഴെ വോട്ടുകൾക്ക് മാത്രമായിരുന്നു. 1957 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്നു മത്സരിച്ച CPI നേതാവ് ഗോപാലകൃഷ്ണ മേനോനായിരുന്നു കൊടുങ്ങല്ലൂരിന്റെ ആദ്യ ജനപ്രതിനിധി. അന്ന് തുടങ്ങി 12 തവണയാണ് CPI മണ്ഡലത്തിൽ ജയിച്ചു കയറിയത്. 1960 PK അബ്ദുൽ ഖാദറും 2011 TN പ്രതാപനും UDF MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2001 JSSനായി മത്സരിച്ച SNDP നേതാവ് ഉമേഷ് ചള്ളിയലിന്റെ വിജയവും ഇന്നും കൗതുകമാണ്. ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും സംഘടനാ പ്രവർത്തനത്തിൻ്റെയും കാലഘട്ടത്തിൽ വളരെ പരിപൂർണമായും തൃപ്തനാണ്. പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറം പ്രസ്ഥാനം വളരെ കാര്യമായി തന്നെ പലയിടങ്ങളിലും പരിഗണിച്ചിട്ടുണ്ട്. KSU കാലഘട്ടത്തിലുള്ളതിനേക്കാൾ വളരെ വലിയ പരിഗണനകളാണ് യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. LDF കുത്തകയാക്കിയ മണ്ണിൽ ഇത്തവണ ജനീഷിനെ കളത്തിലിറക്കുമ്പോൾ അട്ടിമറി വിജയമെന്ന ലക്ഷ്യം മാത്രമാണ് കൊടുങ്ങല്ലൂരിൽ UDFനും കോൺഗ്രസിനും മുന്നിലുള്ളത്. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.